സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും പിൻവലിച്ച സർക്കാർ ഔദ്യോഗിക ഉത്തരവിറക്കണമെന്ന് കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി. പദ്ധതിക്കെതിരെ സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ അടിയന്തരമായി റദ്ദാക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു. പുതിയ അതിവേഗ റെയിൽ പാതകളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്ന പശ്ചാത്തലത്തിൽ പഴയ പദ്ധതി ഉപേക്ഷിച്ചതായി സർക്കാർ പ്രഖ്യാപിക്കണമെന്നാണ് സമരസമിതിയുടെ പ്രധാന ആവശ്യം. സ്വാന്തന സാജുവിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് ഈവനിംഗ് സ്വാന്തന. ഇതിലിപ്പോൾ ഏത് ട്രെയിൻ ഓടും എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഒരു തർക്കമൊക്കെ നിന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുകയാണ്. ഇതിനിടയിലാണ് ആ പഴയ വിജ്ഞാപനം ഒക്കെ റദ്ദാക്കണം, അല്ലെങ്കിൽ കേസുകളൊക്കെ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നതല്ലേ? ശ്രുതി, അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാദപ്രതിവാദങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട പലയിടങ്ങളിൽ നിന്നും കേന്ദ്രവും കേരളവും ഒക്കെയായി നടക്കുന്ന കാഴ്ചകളും നമ്മൾ കാണുകയാണ്. അതിനിടയ്ക്കാണ് ഈ നേരത്തെ സംസ്ഥാന സർക്കാർ തന്നെ പ്രഖ്യാപിച്ച ഈ കേരയിൽ സിൽവർ ലൈൻ പദ്ധതി അത് പൂർണ്ണമായും തന്നെ പിൻവലിക്കണമെന്നുള്ള ഒരു ആവശ്യവുമായി കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ ഇപ്പോൾ പൂർണ്ണമായും ഇത് പിൻവലിച്ചു എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും സിൽവർ ലൈൻ കേരളത്തിന് അനുയോജ്യമായ ഒരു പദ്ധതി അല്ല, മറ്റൊരു അതിവേഗ റെയിൽപാതയുമായി മുന്നോട്ട് പോകാമെന്നുള്ള കാര്യമൊക്കെ തന്നെയും കേന്ദ്രവും കഴിഞ്ഞ ദിവസം പറയുന്നതൊക്കെ തന്നെയും കേന്ദ്ര റെയിൽവേ മന്ത്രിയൊക്കെ തന്നെയും പറയുന്ന കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണവുമായി ഈ സമരസമിതിയും എന്തായാലും രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഒരു ഉത്തരവായി തന്നെ ഒരു കേരയിൽ സംസ്ഥാനത്ത് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഇനി ഒരു ഉത്തരവിലൂടെ മാത്രമേ അത് പിൻവലിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അങ്ങ് അത് നടത്തുന്നില്ല എന്ന് പറഞ്ഞാലും നമ്മൾ ആ മഞ്ഞക്കുറ്റിയും ഒക്കെ പലയിടങ്ങളിലും അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലമെടുപ്പും ഈ കുറ്റിയടിച്ചതും ഒക്കെ കണ്ടതാണ്. അങ്ങനെ പല ആളുകളുടെ പേരിലും ഇതുമായി ബന്ധപ്പെട്ട കേസൊക്കെ തന്നെയും വന്നിട്ടുണ്ട്. ഇത് എടുത്തു മാറ്റാൻ ശ്രമിച്ച ആളുകളുടെ പേരിൽ കേസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആ സ്ഥലം മറ്റ് വിൽക്കാനോ ഒന്നും ഇതുവരെയും കഴിയുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് പൂർണ്ണമായും തന്നെ ഈ പദ്ധതി ഉപേക്ഷിച്ചു എന്ന് സർക്കാർ തന്നെ ഒരു ഉത്തരവിറക്കണം എന്നുള്ളതാണ് എന്തായാലും സമരസമിതി ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമായി ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ കേസുകൾ പിൻവലിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സമരസമിതി നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ സമരങ്ങളുമായി മുന്നോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് കേരള സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ശരി, സ്വാന്തന സാജുവാണ് വിശദാംശങ്ങൾ നൽകിയത്.